ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ അട പായസമാണ്. നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 വലിയ തേങ്ങ ചിരകി അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഇതുപോലെ ഒന്ന് ചവ്വരി ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 80 ഗ്രാം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 3-ാം പാലൊന്ന് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട വേവിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 250 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുത്തുവിളക്കിൻ്റെ അടയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ അട വേവിക്കാനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അട വെന്തോന്ന് നോക്കാം. അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് നല്ല പച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത അട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കവറിൽ വെച്ച് തന്നെ അത് പൊട്ടിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. ഇനി ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഈ പതയൊക്കെ ഒന്ന് മാറ്റാം. അത് ശർക്കരയുടെ അഴുക്കാണ്, അതൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിക്കളയാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം. ഉരുളി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഈ അട നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ നല്ലതുപോലെ കല്ലും അഴുക്കും പൊടിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മാറുന്നതിനായിട്ട് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറേ സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കട്ട ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ശർക്കരയും അടയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അട നല്ലതുപോലെ ഒന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം. നല്ല പച്ച തേങ്ങ എടുക്കുന്നതാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചവ്വരി വെന്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. ആ ഒരു ടൈം ആകുമ്പോഴാണ് ചവ്വരി വെന്തുവെന്ന് മനസ്സിലാകുന്നത്. ചവ്വരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് 2-3 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ അളവനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ സമയം നമുക്ക് ചവ്വരി വെന്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചവ്വരിയും ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പായസം ഏകദേശം ഒന്ന് പാകമായി വരുന്നുണ്ട്. ഞാനിവിടെ ആദ്യം കുറച്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ വെള്ളം ഒന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്ക്
1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ച് പോകാൻ പാടില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാവും. അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്